നമ്മൾ അജൂട്ടാ രാജസ്ഥാൻ കഴിഞ്ഞതാ എവിടെത്തി? ഉത്തർപ്രദേശ് UP ട്ടാ. UP കടന്നിരിക്കുകയാണ്. ഗുജറാത്ത് കഴിഞ്ഞു, രാജസ്ഥാൻ കഴിഞ്ഞു, ഉത്തർപ്രദേശ് ട്ടാ. വണ്ടി നല്ല കച്ചറായിരുന്നു. ഇന്നലെ ജയ്പൂർ വെച്ചിട്ടൊരു പൊടിക്കാറ്റും മഴയെല്ലാം പെയ്തിട്ട് ഭയങ്കര കച്ചറായിരുന്നു വണ്ടി. അപ്പോൾ ഒന്ന് കഴുകിയേക്കാന്ന് വെച്ചാൽ, കാരണം മരത്തിൻ്റെ ചുവട്ടിൽ പാർക്കും ചെയ്തു. അവിടെ നിന്ന് പക്ഷിയെല്ലാം തൂറി ആ കലമ്പായി കളഞ്ഞു. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലാണ്. മധുരയിലെ നമ്മളെ ശ്രീകൃഷ്ണ ജന്മസ്ഥൽ എന്നുള്ളൊരു അമ്പലം. അപ്പോൾ അതിൻ്റെ പുറകുഭാഗത്തെ കാഴ്ചകളാണിത്. പിന്നെ ഏതോ ഒരു വഴിയിൽ ഇവിടെ ഗൂഗിൾ മാപ്പ് വന്നപ്പോൾ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അമ്പലം അതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി. പക്ഷേ എല്ലായിടത്തെയും പോലെ ഫോണൊന്നും അവിടെ അനുവദിക്കുന്നില്ല. നമ്മളെ ചാവി, സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഒടുക്കത്തെ തിരക്കായിരുന്നു. പോയിട്ട് വന്നു. അപ്പോൾ ജസ്റ്റ് പുറത്തെ കാഴ്ചകളെല്ലാം ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ നമ്മൾ പണ്ട് ദ്വാരകയിലെല്ലാം പോയ അതേ ഒരു ഫീലിംഗാണ്. സെയിം കുറേ ചന്തകളും കുറേ ഇടവഴികൾ, ചെറിയ ചെറിയ ഇടവഴികളൊക്കെയാണ്. പിന്നെ കൂടുതലായിട്ടും നമ്മളെ പറശ്ശിനിക്കടവ് അതൊക്കെ കാണുന്ന പോലെയുള്ള ഇരുവശങ്ങളിലും കുറേ ചന്തകൾ കാണാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തായിട്ടാണ് അമ്പലം വരുന്നത്. ഇന്ന് ശനിയാഴ്ച അല്ലെ അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ട്, ഒടുക്കത്തെ തിരക്കാണ്. ഒരാളിവിടെ തിരക്കിൻ്റെ ഇതിൽ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ക്ഷീണിച്ചീടി ഇരിക്കുന്നുണ്ട് ഒരാൾ, ആകെ പട്ടിപ്പരവശായിട്ട്. ബാ, നിങ്ങൾക്ക് അമ്പലവും അതിൻ്റെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പുറത്ത് ഭാഗത്ത് മെയിൻ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ക്ലോക്ക് റൂമുണ്ട്, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിന് ചെറിയൊരു ചാർജ് ഉണ്ട്. 2 രൂപ, 5 രൂപ, 10 രൂപ എന്നിങ്ങനെയാണ് ചാർജുകൾ. ചെറിയ ബാഗിനൊക്കെ 10 രൂപയൊക്കെയാണ്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് ഗേറ്റ്. അപ്പോൾ ഇതുവഴി കയറി പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നടക്കാനുണ്ട്. ഒരു 300 മീറ്ററോളം നടന്നതിന് ശേഷമാണ് അമ്പലം കാണുക. വീടുന്നതിൻ്റെ ഭാഗം അങ്ങനെ ശരിക്കും കാണൂല, ചെറിയൊരു ഭാഗം ഇവിടെ കാണും, അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളിൽ മറ്റേ ഇതൊക്കെയുണ്ട്, മറ്റേ കാരാഗ്രഹത്തിൽ വധിച്ച മറ്റേ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ഇതും. പിന്നെ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ എന്താ ഇനി പ്രതിമ അല്ലേ? ഓരോ രാക്ഷസന്മാരൊക്കെ ഒന്നതിൻ്റെ എല്ലാം ഒരു ചെറിയ ടേബിളോ ടൈപ്പൊക്കെ ആയിട്ടില്ലേ? പക്ഷി, ഓരോ അസുരന്മാർ അല്ലേ, അങ്ങനെയുള്ളത്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഇവിടുത്തെ വിശേഷം നമുക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ഉള്ളിൽ നിന്നൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷം.